ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിൽ തുടങ്ങിയപ്പോൾ എന്ത് ആശ്വാസം അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള 16ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള ഒരു ഫെദർ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് സെക്കൻഡ് മെത്തേഡൊക്കെ ചേച്ചി കൊണ്ടുവരുന്നുണ്ടല്ലേ? അതെന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസ് ആക്കിക്കോണം പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലൈൻ വേണം കേട്ടോ. ആ 3 ലൈനിൽ സെൻറ്ററിലത്തെ ലൈനിൽ സ്റ്റാർട്ടിങ്ങിൽ സൂചി അടിയിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഫെദർ സ്റ്റിച്ച് എടുത്തത് എങ്ങനെയാണ് അതുപോലെ സൂചി ഒന്ന് താഴത്തെ ലൈനിൽ നിന്നും കുറച്ച് ചരിച്ചെടുക്കുക. താഴത്തെ ലൈൻ ആകുമ്പോഴത്തേക്ക് എന്താ, നേരത്തെ നമ്മൾ കുത്തി എടുത്തതിൽ നിന്നുള്ള ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം താഴത്തെ ലൈനിൽ ചരിച്ച് ഫ്രം സെൻറ്ററിലത്തെ ലൈനിലോട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നൂലങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നൂല് വലിച്ചെടുക്കുമ്പോൾ സൂചിയുടെ അടിയിലായിരിക്കണം നൂല്. സെക്കൻഡ് നമ്മൾ അതേ ആ ലൈനിൽ നമ്മൾ എടുത്ത സ്റ്റിച്ച് എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ചരിച്ചൊരു സ്റ്റിച്ച് എടുത്തിട്ട് സൂചി അടിയിൽ കൂടെ എടുത്തിട്ട് വലിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫെദർ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ അതിനുശേഷം മുകളിൽ നമ്മൾ സ്റ്റിച്ച് എടുക്കുക. മുകളിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇതിൽ രണ്ടാമതൊരു സ്റ്റിച്ച് എടുത്തില്ലയോ, ആ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലോട്ടായിരിക്കണം കേട്ടോ. അപ്പുറത്തോ ഇപ്പുറത്തോ ഒരിടത്തും പോകാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് വീണ്ടും അതുപോലെ ഒരു സ്റ്റിച്ച് എടുക്കുക. സെക്കൻഡ് സ്റ്റിച്ച് ഫില്ലായി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, സൂചിൻ്റെ അടിയിലൂടെ വേണം നൂല് കൊടുത്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഏത് നൂലാണ്, ഒറ്റപ്പെട്ടിരിക്കുന്ന നൂല് വേണം കൊടുക്കാനായിട്ട്, അല്ലാതെ സൂചിയോടുകൂടി ഇരിക്കുന്ന നൂലെടുത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അവിടെ കെട്ടൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. ശേഷം നമ്മളത് ഫുള്ളി അങ്ങ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ചരിച്ച് വേണം കൊടുക്കാൻ വേണ്ടി. ഫസ്റ്റത്തെ സ്റ്റിച്ച് കഴിഞ്ഞ് സെക്കൻഡത്തെ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുന്നേ ചെയ്ത് വെച്ച് സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുകളിലോട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ കുറച്ചും കൂടെ നീക്കി ഫ്രണ്ടിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് കാണാൻ വലിയ ഗുമ്മൊന്നും ഉണ്ടാകത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ ബീഡ്സ് വർക്കൊക്കെ കൊടുക്കുന്നത് വലിയ ഭംഗിയായിട്ട് തോന്നില്ല. ഈ മീൻസ് സിമ്പിളായിട്ടുള്ള കുർത്തീസ്, നമ്മൾ കോളേജ് വെയർ, ഓഫീസ് വെയറിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഈ നൂലല്ല, ഈ നൂല് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും കേട്ടോ. പക്ഷേ കുറച്ച് ഡാർക്കായിട്ടുള്ള നൂല്, ബ്ലാക്ക്, അങ്ങനത്തെ ഒക്കെ നൂലൊക്കെ നല്ല രസമുണ്ടായിരിക്കും അല്ലയോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നത് വെച്ച് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തന്നേ ഉള്ളൂ. എന്നിട്ട് കെട്ടിടുന്നത് കണ്ടല്ലോ, എങ്ങനെയാണ് കെട്ടിടേണ്ടത്. സാധാരണ എല്ലാ നമ്മൾ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ സ്റ്റിച്ച് കഴിഞ്ഞതിൻ്റെ അവസാനം നൂലിൻ്റെ വെളിയിലായിട്ട് സ്റ്റിച്ച് കുത്തി സൂചി താഴോട്ട് എടുത്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ഒരു ഹാർട്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇതിലും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സംഭവം പഠിച്ചെടുക്കാനായിട്ട്, ഇതായിരുന്നാലും സ്റ്റിച്ചിങ് ആയിരുന്നാലും പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു നല്ലൊരു മനസ്സുണ്ടായിരുന്നാൽ മതി. നമ്മളെക്കൊണ്ട് പറ്റാത്ത ഒന്നുമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.